ഫ്രീ എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റ് ട്രാവൽ മാത്രമല്ല, അവിടെ നിങ്ങൾ പോകുന്ന രാജ്യത്തിൽ ഒരു റൂം അക്കോമഡേഷൻ 5 സ്റ്റാർ റൂം അക്കോമഡേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സെഷനിൽ കൊണ്ടുവരുന്നത് ടെക്നിക്കലി എങ്ങനെ ഒരു ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റേഴ്സ് ആയി മാറാമെന്നതിനെ പറ്റിയാണ്. ഈ ഒരു സെഷനിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം അതിനുള്ള എലിജിബിലിറ്റീസ് പറയും, പിന്നീട് ഉണ്ടാകുന്ന ജോബ് ആപ്ലിക്കേഷനും അതിൻ്റെ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് തരും. പിന്നത്തെ ഒരു സെക്ഷനായി വരുന്നത് സാലറിയും ബെനിഫിറ്റ്സ്. സാലറി മാത്രമല്ലാതെ വേറെ കുറേ ബെനിഫിറ്റ്സ് ഇതിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അവസാനത്തെ സെക്ഷൻ, ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ്. ഏതൊരു ജോബിനാണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് നമ്മൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് കിട്ടുമെന്നെങ്കിൽ പ്രതീക്ഷിക്കാം. ഡിസഡ്വാൻറ്റേജസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ജോബ്, ആ ഒരു പ്രൊഫഷൻ എടുക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെൽക്കം ടു അനദർ സെഷൻ. ഏതൊരു ജോബിനാണെന്നുണ്ടെങ്കിൽ ഓരോ ജോബിനും വേണ്ട സ്പെഷ്യൽ ക്വാളിറ്റീസ്, ഇൻസൈഡ് ക്വാളിറ്റീസ് ഉണ്ടാവും എലിജിബിലിറ്റീസിന് പുറമെ. അതിൽ ബെസ്റ്റ് കുറച്ച് ക്വാളിറ്റീസ് ആണ് ഒരു എയർ ഹോസ്റ്റേഴ്സിന്, അതല്ലെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ മെമ്പറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ് പോസിറ്റിവിറ്റി. എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവായി നിങ്ങൾക്ക് കോൺഫിഡൻസ് നല്ല വേണം. കാരണം 100-300 ആൾക്കാരുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. മറ്റുള്ളവരുമായിട്ട് ഫ്രണ്ട്ലി ആവാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ, ഈ ഒരു ക്യാബിൻ ക്രൂ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം 100-300 ആൾക്കാരായിരിക്കും ഒരു ഫ്ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ട് റൂഡ്ലി ബിഹേവ് ചെയ്യുന്ന പാസഞ്ചേഴ്സ് ഉണ്ടാവും, ഭയങ്കര വൾഗറായി ബിഹേവ് ചെയ്യുന്ന. അപ്പോൾ അതുപോലത്തെ പാസഞ്ചേഴ്സുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് മിനിമം കൺസിഡർ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ എലിജിബിലിറ്റീസ് എന്ന് പറയുന്നത് വലിയൊരു എലിജിബിലിറ്റി അല്ല, പക്ഷേ മെയിനായി ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നല്ല സൗന്ദര്യമാണെന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യമായി വരുന്നത് ഏജ് എന്ന് പറയുന്നത് 21 മുതൽ 25 വരെയുള്ള ഏജ് ക്രൈറ്റീരിയ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 25-ൽ കൂടുതലായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ ഒരു എലിജിബിലിറ്റി ആയി വരുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ 212 സെൻറ്റിമീറ്റേഴ്സ് കൈകൊണ്ട് ആം റീച്ച് ചെയ്യാൻ പറ്റണമെന്നാണ് അവരുടെ മെയിൻ കാപ്പബിലിറ്റി. അതായത് 160 സെൻറ്റിമീറ്റർ മുതൽ ഹൈറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 5 ഫുട്ട് 3 ഇഞ്ച് മുതൽ 5 ഫുട്ട് 9 ഇഞ്ച് വരെ ഓക്കെ ആണെന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 മാത്രമാണ്. +2 ഇനി ഡിഗ്രി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യും. +2 ആണ് ഒരു മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എലിജിബിലിറ്റി ആയി വരുന്നത് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് സംസാരിക്കാനും എഴുതാനും പറ്റണം. അതിനൊരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ എക്സാമിനേഷൻ വരും. അടുത്ത എലിജിബിലിറ്റി ആയി വരുന്നത് നിങ്ങളുടെ യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ, അതായത് ക്യാബിൻ ക്രൂ യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ പുറത്ത് കാണത്തക്ക രീതിയിൽ ടാറ്റൂസ് അതുപോലത്തെ മാർക്സ് ഒന്നും ഉണ്ടാവും ബോഡിയിൽ. പിന്നത്തെ ഒരു സ്കില്ലായി വരുന്നത് പുതിയ സ്ഥലങ്ങളിലേക്കും പുതിയ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു കഴിവ്. അതായത് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു എലിജിബിലിറ്റി തന്നെ ആയിട്ട് ഇവിടെ ഉണ്ട്. ലാസ്റ്റ് എലിജിബിലിറ്റി ആയി വരുന്നത് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത്യാവശ്യം നല്ല ഫിറ്റ് ആയിരിക്കണം. ഹെൽത്തി ബോഡി മാസ് ഇൻഡെക്സ് അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നത്. അപ്പം ആ ലിങ്കിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തി ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സിൽ നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം. റിക്രൂട്ടിംഗ് ആൻഡ് ജോബ് ആപ്ലിക്കേഷൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് റിക്രൂട്ടിംഗ് കമ്പനീസിൽ മെയിൻ വേൾഡ് ഫേമസ് ഖത്തർ എയർവേസ്, എമിറേറ്റ്സ് അതുപോലത്തെ കുറച്ച് വലിയ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഉണ്ട്. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ക്യാബിൻ ക്രൂ മെമ്പേഴ്സിന് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ സാലറി വരുന്ന ഒരു കമ്പനിയാണ് എമിറേറ്റ്സിന്റെ റിക്രൂട്ട്മെന്റ് സിസ്റ്റത്തിലൂടെ പറയുന്നത് ഫസ്റ്റ് നമ്മൾ ജോബ് ആപ്ലിക്കേഷന്റെ CV റെസ്യൂമെ എടുത്ത് അതിന്റെ ഒരു ഇവാലുവേഷൻ നടത്തിയിട്ടായിരിക്കും സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് അസസ്മെന്റ്. അപ്പം നിങ്ങളെ ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് അപ്പോൾ ഗ്രൂപ്പിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഗ്രൂപ്പായിട്ട് എങ്ങനെ ടീം വർക്കിൽ എത്രത്തോളം നിങ്ങളുടെ കഴിവുണ്ടെന്ന് നിങ്ങളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹൈറ്റ് ആൻഡ് റീച്ച് അസസ്മെന്റ്. സേഫ്റ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൈറ്റും റീച്ച് അസസ്മെന്റ് 212 സെൻറ്റിമീറ്റർ റീച്ച് ചെയ്യാൻ പറ്റും, അതുപോലത്തെ അസസ്മെന്റ് ആയിരിക്കും. നാലാമത്തെ സ്റ്റെപ്പായി വരുന്ന ഓൺലൈൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്. നിങ്ങളുടെ ഇംഗ്ലീഷിൽ എത്രത്തോളം നിങ്ങളുടെ കഴിവുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ 4 സ്റ്റെപ്പും വിജയിച്ചവർക്കാണ് അവസാനമായിട്ട് ഫൈനൽ ഇൻ്റർവ്യൂ 5th സ്റ്റെപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജെൻസിനും വിമൻസിനും വേറൊരു ഡ്രസ് കോഡ് തന്നെ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രസ് കോഡിന് മാക്സിമം സപ്പോർട്ടായി പോകാമെന്ന്. അപ്പോൾ ജെൻസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഹെയർ വളരെ ചെറുതായിരിക്കണം, ഷേവ്ഡ് ആയിരിക്കണം. അപ്പോൾ ഫൈനൽ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ട്രെയിനിങ് എന്ന് പറയുന്നത് 7 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു എൻവയോൺമെൻറ്റിൽ പുതിയൊരു പ്രദേശത്തിന് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് ആണ്. അത് 8 ദിവസത്തെ ട്രെയിനിങ് ആയി. സ്റ്റേജായി വരുന്നത് ജനറൽ മെഡിക്കൽ ട്രെയിനിങ്. അതിൽ എന്തൊക്കെ ഉൾപ്പെടും? PCR കൊടുക്കാൻ വേണ്ടി വരും. അതുപോലത്തെ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലെയും നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേജായി വരുന്ന SCP, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അത് ഫ്ലൈറ്റ് സേഫ്റ്റി, എമർജൻസി, ഇവാക്യുവേഷൻ അതുപോലത്തെ എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ അത്യാവശ്യം നന്നായി ട്രെയിൻ ചെയ്ത് വെക്കും. നാലാമത്തെ സ്റ്റേജായി വരുന്നത് സെക്യൂരിറ്റിയിൽ വരുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്ലൈറ്റിൽ ഉണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ്, അതായത് ഹൈജാക്കിങ് അതുപോലത്തെ ഇഷ്യൂസിനെ എങ്ങനെ നേരിടണം, അപ്പോൾ അതിനെ നേരിടാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിരിക്കും. അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ യൂണിഫോമിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും. ആറാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സർവീസ് പേഴ്സണാലിറ്റി. ഏഴാമത്തെ അവസാനത്തെ സ്റ്റെപ്പാണ് സർവീസ്. അത് നിങ്ങളെ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കലായിരിക്കും.
ഇനിയാണ് നിങ്ങൾക്ക് അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പാർട്സ് ബെനിഫിറ്റ്സ് ആൻഡ് സാലറി. സാലറിയുടെ കാര്യം പറയുമ്പോൾ അതിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയി വേറൊരു സെഷൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ സാലറിയും ഇൻ്റർനാഷണലി സാലറിയും വളരെ വ്യത്യാസമുണ്ട്. അതിനെപ്പറ്റി വേറൊരു സെഷൻ എന്തായാലും ചെയ്യും. ബട്ട് എമിറേറ്റ്സിൻ്റെ സാലറി പാറ്റേൺ ആയിരിക്കും ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇറ്റ്സ് ഗ്രൂപ്പ് അവരുടെ ക്യാബിൻ ക്രൂവിന് നൽകുന്ന മാസ വരുമാനം ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത് 4200 AED ആണ്. 4200 AED എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 80,000 rupees പെർ മന്ത്. അതിന് അഡീഷണൽ ആയിട്ട് ഫ്ലൈങ് അവേഴ്സ്, അപ്പോൾ നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന അവേഴ്സിനനുസരിച്ച് ഓരോ 60 AED പെർ അവർ എന്ന രീതിയിൽ പേ ഉണ്ടാവും. ഒഫീഷ്യലി എമിറേറ്റ്സിൽ ഒരു മാസം ഒരു ക്യാബിൻ ക്രൂ മെമ്പറിന് 9700 സംതിങ് AEDs ഉണ്ടാവും. ദാറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 2 lakh rupees ആണ് ഒരു മാസം. അതുകൊണ്ട് തന്നെയാണ് ക്യാബിൻ ക്രൂ മെമ്പേഴ്സിന് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള എമിറേറ്റ്സ് തന്നെയാണ്. ഇന്നത്തെ ബെനിഫിറ്റ്സ് ആയി വരുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി ലോകം കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങളുടെ റൂം മുതൽ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് റൂമിലാക്കി വരുന്നത് വരെയുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷനും കമ്പനി വഹിക്കും. അതായത് എമിറേറ്റ്സ്, അതായത് ഏത് കമ്പനിയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ കമ്പനി ആയിരിക്കും നിങ്ങളത് വഹിക്കുക. ലീവ് വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോ വർഷം 30 ദിവസം മാത്രമാണ് ലീവ്. ഓൾമോസ്റ്റ് അതായത് ഒരു മാസമാണ് മാത്രമാണ് ലീവ് ഉള്ളത്. ആദ്യത്തെ 3 വർഷം നിങ്ങൾക്ക് ഈ ലീവിന് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയി തരാം. അത് നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയി തരാം. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് ടിക്കറ്റ്, അതിനും കുറച്ച് ലിമിറ്റേഷൻസ് എടുക്കേണ്ട, എല്ലാ രാജ്യത്തിലേക്കും പോകാൻ പറ്റില്ല. ഇനിയാണ് ഏതൊരു ജോബിനും ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഡിസഡ്വാൻറ്റേജസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസിലൂടെ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം അത് തന്നെ, ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ക്യാബിൻ ക്രൂ മെമ്പേഴ്സിനും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓരോ രാജ്യത്തിനും പല കൾച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, പല രാജ്യങ്ങൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും, അവിടുത്തെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും, അവരെ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ പറ്റും, കുറേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ക്യാബിൻ ക്രൂ മെമ്പേഴ്സിന് ചില കാര്യങ്ങൾ പല രാജ്യത്തും ഡിസ്കൗണ്ട്സ് വരെയുണ്ട്. ക്രൂ ഡിസ്കൗണ്ട്സ് എന്നാണ് അതിന്. പല ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ലോകത്തിലെ തന്നെ പല ആൾക്കാരുമായിട്ട് ഡെയിലി ഓരോരുത്തരുടെ ആൾക്കാരുമായിട്ടില്ല പല ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു സോഷ്യൽ വെൽബീയിങ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. അതായത് 100-300 ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ ഓരോ ഫ്ലൈറ്റിനും നിങ്ങൾ സംസാരിക്കുക. നമ്മൾ ഡിസഡ്വാൻറ്റേജസിനെ പറ്റി പറയാനെന്നുണ്ടെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് സ്ലീപ്പ്, ഉറക്കം മര്യാദ കിട്ടില്ല. കാരണം ഈ ജോബ് എന്ന് പറയുന്നത് രാത്രിയും പകലും ഒന്നില്ലാത്തൊരു ജോബാണ്. അപ്പോൾ സ്ലീപ്പിംഗ് പാറ്റേൺസിൽ വളരെയധികം മാറ്റം വരേണ്ടി വരും. അങ്ങനത്തെ കുഴപ്പമുള്ളവർ ഈ ജോബിലേക്ക് പോകേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഹോളിഡേയ്സ് ആണെങ്കിലും ലീവ് ആണെങ്കിലും സൺഡേ ആണെങ്കിലും സാറ്റർഡേ ആണെങ്കിലും ജോബിന് വിളിച്ചാൽ പോകേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു ക്യാബിൻ ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു വേറൊരു ഡിസഡ്വാൻറ്റേജ്. ക്യാബിൻ ക്രൂ മെമ്പേഴ്സിന് തന്നെ കുറച്ച് പേർക്ക് തന്നെ ഈദും ക്രിസ്മസും ഒക്കെ വീട്ടുകാരുമായിട്ട് പങ്കിടാൻ ഒരു അവസരം കിട്ടുക. 3, നിങ്ങൾ തടി വളരെയധികം കൂടും. തടി കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും നമ്മളെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് കാണുമ്പോൾ, പിന്നത്തെ കാര്യം ക്യാബിൻ ക്രൂ എയർപ്ലെയിൻ ഫുഡ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം പോക്കാണ്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് എന്തായാലും ടേസ്റ്റ് ചെയ്യും. ഒബ്വിയസ്ലി അവിടം വരെ പോയതല്ലേ. അപ്പോൾ അങ്ങനത്തെ ഓരോ രീതിയിലാവും നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ആയിക്കൊണ്ടേയിരിക്കും, ഒരു കുറവുണ്ടാകാൻ പോകുന്നില്ല. ഈ ക്യാബിൻ ക്രൂ ലൈഫിൽ തന്നെ പലയധികം ആൾക്കാർക്ക് വരുന്ന ഒരു തോന്നലാണ് നമുക്ക് ഇനി ഒരു നോർമൽ ലൈഫിലേക്ക് വന്നാൽ മതി, ഇതൊന്ന് തീർന്നിട്ട്. കാരണം ഉറക്കെ സ്ലീപ്പിംഗ് പാറ്റേൺസ് ഇല്ല. ഇതുപോലത്തെ ഈ പറഞ്ഞ 3-4 പ്രശ്നങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഈ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്ത് ഏതാണോ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്നത് വെച്ചാൽ അതിന് പോകാം. എങ്കിലും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്തായാലും ഉണ്ടാവും, ഏതൊരു ജോബിനായാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉള്ള കാലം എൻജോയ് ചെയ്ത് ഹാപ്പിലി ജീവിക്കാൻ നോക്കുക. 3 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച്, എന്ത് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ്സിലായിരിക്കും മെസ്സേജ് അയക്കുക. അതിനെല്ലാത്തിനും വീഡിയോസിൻ്റെ രൂപത്തിലായിട്ടായാലും അഥവാ മെസ്സേജസ് ആയിട്ടായാലും റിപ്ലൈ തരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, ബെൽ ബട്ടൺ അമർത്തി പിടിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കണ്ടൻസും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ടൈമിൽ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് ഓൾ. Thank you for watching. Like, comment, share.